ഇത് RSS ചൊല്ലിയതുകൊണ്ട് മാത്രം മറ്റുള്ളവർക്ക് ചൊല്ലാൻ പാടില്ല എന്ന് നമ്മൾ പറയരുത്. RSS വന്ദേ മാത്രം ചൊല്ലുന്നുണ്ട്. താങ്കൾ വീണ്ടും അതിനെ മറ്റൊരു അർത്ഥത്തിലാണ് എടുക്കുന്നത്. RSS ചൊല്ലിയത് കൊണ്ട് മറ്റൊരാൾ ചൊല്ലാൻ പാടില്ല എന്നതേ അല്ല നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനം. RSSന്റെ പ്രത്യയശാസ്ത്ര ലക്ഷ്യങ്ങളിലേക്ക് ഉണരാൻ വേണ്ടി അവർ ആഹ്വാനം ചെയ്യുന്ന, അത് ആ സംഘടനയുടെ അടയാളമായി മാറിയിരിക്കുന്ന, അതിന്റെ ഔദ്യോഗിക ഗാനം എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഗാനത്തെ താങ്കൾ ദേശസ്നേഹത്തിന്റെ പേരിൽ അതെവിടെയും ഏത് ചടങ്ങിലും അവതരിപ്പിക്കാവുന്ന ഒന്നായി ഇവിടെ താങ്കൾ ന്യായീകരിക്കുകയാണ്, അതിനെ വിശദീകരിക്കുകയാണ്. താങ്കൾ അതിന് ഒരു എതിർയുക്തി ഉന്നയിക്കുന്നത് ഇതിലെന്താണ് തെറ്റ്, ഇതിലെവിടെയാണ് ദേശസ്നേഹമില്ലാത്തത്, ഇതിലെവിടെയാണ് ബഹുസ്വരതയെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്, ഇതിലെവിടെയാണ് നമ്മൾ മതേതരത്തെ മുറിവേൽപ്പിക്കുന്നത് എന്നതുകൊണ്ട് ആ വാദം കൊണ്ട് നിലനിൽക്കുന്നതല്ല ഇപ്പോൾ നമ്മൾ ഈ നേരിടുന്ന ഈ വിവാദവും അതിന്റെ ഭാഗമായുള്ള വിമർശനങ്ങളും. അതാണ് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നിങ്ങൾ വീണ്ടും ആ പോയിന്റിലേക്ക് വരുന്നു സാർ. അത് RSSന്റെ ഔദ്യോഗിക ഗാനം എന്ന് പറയുന്നത് അവരുടെ പ്രാർത്ഥനയാണ് സാർ. ഇത് അറിയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും RSSന്റെ ശാഖയിൽ പോകുക, അത് പങ്കെടുക്കുക, അവരുടെ അതാണ്. ഇതിന് ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ സാർ. നിങ്ങളത് മനസ്സിലാക്കുക. നമ്മൾ വേറെ RSSന്റെ ഒരുപാട് ഗാനങ്ങളുണ്ടാവും, അവർ ലിസ്റ്റ് ചെയ്ത ഒരുപാട് ഗാനങ്ങളുണ്ട്. അതിലല്ലേ ഞാൻ പറഞ്ഞ നമ്മുടെ ONV കുറുപ്പ് സാറിന്റെ കവിതകൾ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മൾ പരമപവിത്രമാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്നീ വരികൾ ആരെഴുതിയതാണ് എന്ന് താങ്കൾക്ക് അറിയുമോ? അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. അതാ പറഞ്ഞ ഒരുപാട് ഞാൻ ചോദിക്കട്ടെ, മാവേലി നാട് വാണിടും കാലം, ഇത് ആരെഴുതിയാന്ന് നിങ്ങൾക്ക് പറയാൻ താങ്കൾ ONV കുറുപ്പ് എഴുതിയ വരികളാണെന്ന് പറഞ്ഞു നേരത്തെ. ഇതല്ല ഞാൻ പറഞ്ഞത്, ONV കുറുപ്പ് എഴുതിയ ദേശഭക്തി ഗാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇത് ആരെഴുതിയ വരികളാണെന്ന് താങ്കൾക്ക് അറിയാമോ എന്ന് ഞാൻ ചോദിച്ചതാണ്. നിങ്ങൾക്കറിയാമല്ലോ, അതായത് അതാ പറഞ്ഞ ചില ഗാനങ്ങൾ ആരെഴുതിയെന്നത് ഐഡിയ ഉണ്ടാവില്ല. ചിലത് നമ്മൾ യൂട്യൂബിലൂടെ സെലക്ട് ചെയ്യുന്നതാവും, ചിലത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എടുക്കുന്നതാവും, ചിലത് നമ്മൾ ഗൂഗിളിൽ എടുക്കുന്നതാവും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ആരെഴുതി എന്നുള്ളതല്ല സഹോദര ഇഷ്യൂ. അതിലെ കണ്ടന്റ് എന്താണ്? കണ്ടന്റ് തികച്ചും ദേശീയതയാണ്. നമ്മുടെ കുട്ടികളെ, ഞാൻ അതാ പറഞ്ഞത്, നമ്മുടെ കുട്ടികളെ നമ്മൾ വളരെ ഇവിടെ ഈ അടുത്തിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരിക്കുക, കുട്ടികളുടെ മുഖങ്ങളെല്ലാം മറച്ചിട്ടാണ് നമ്മളത് പബ്ലിഷ് ചെയ്തത്. പക്ഷേ ഇന്ന് സരസ്വതി വിദ്യാലയങ്ങളിലെ കുട്ടികൾ നാളെ സ്കൂളിൽ വരാൻ വേണ്ടി അവർ പേടിക്കുന്നു. എന്തിനാന്ന് വെച്ചാൽ ഇത് അവർക്കെതിരെ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു. കാരണം അവരുടെ ഫോട്ടോ വെച്ചാണ് നിങ്ങളെല്ലാം കൂടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും പ്രശ്നമില്ലേ സാർ? ഇവർക്കൊന്നും ബാലാവകാശ കമ്മീഷനൊന്നും ബാധകമല്ലേ സാർ? ഇവരൊന്നും ഇന്ത്യ രാജ്യത്തുള്ള കുട്ടികൾ ഈ സംഭവം ആലപിക്കുന്നു, അതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നു. ഈ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നു. വർഗീയത വളർത്തുന്നതോ അല്ലെങ്കിൽ നമ്മുടെ മതസൗഹാർദ്ദത്തെ തകർക്കുന്നതോ കുട്ടികളിൽ വർഗീയ ചിന്ത വളർത്തുന്നതായ ഒന്നും അനുവദിക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ നയത്തിനോ ചട്ടങ്ങൾക്കോ വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. എന്താണ് തെറ്റ്? അത് വാർത്തയാകുന്നു, വിവാദമാകുന്നു, അത് ചർച്ചയാകുന്നു. സാർ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നമ്മൾ പറയാതെ തന്നെ പറഞ്ഞു, വർഗീയത വളർത്തുന്ന കവിതയാണെങ്കിൽ ആക്ഷൻ എടുക്കും. അവിടെ എവിടെയാണ് സാർ വർഗീയത? ഈ ചിത്രങ്ങൾ കൊടുത്തതാണ് പ്രശ്നമെങ്കിൽ റെയിൽവേ ആ ചിത്രങ്ങൾ മാറ്റിയപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടല്ലേ വീണ്ടും എക്സ്പോസ്റ്റിൽ ആ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്? അത് അവരുടെ പെർഫോമൻസിനാണല്ലോ എക്സ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ അതിനെ ക്രിട്ടിസൈസ്, ഈ കുട്ടികൾക്ക് ഇപ്പൊ സംഘി എന്നുള്ള ലേബൽ വീണിട്ടുണ്ട് സാർ. ഇല്ല ഞാൻ ആ കുട്ടികളുടെ ഒരു മിനിറ്റ് ഞാൻ ആ കുഞ്ഞുങ്ങളെ ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. നമ്മളുടെ ചർച്ചയുടെ മെറിറ്റിനെ നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ അളക്കുകയും വേണ്ട. കാരണം ആ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും തരത്തിൽ അവരേതെങ്കിലും രാഷ്ട്രീയ മുദ്ര ചാർത്താനോ അവരെ ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിൽ അവരെ ഏതെങ്കിലും പക്ഷത്ത് നിർത്താനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിന് വശംവദനാവുകയുമില്ല. അപ്പൊ താങ്കൾ പറഞ്ഞ ഭാഗങ്ങൾ എനിക്ക് മനസ്സിലായി. കുഞ്ഞുങ്ങൾ ചൊല്ലിയത്, ഈ പാടിയ പാട്ട്, അത് എന്തുകൊണ്ട് വിവാദമായി എന്ന സാഹചര്യമാണ് ഞാൻ താങ്കളോട് വിശദീകരിച്ചത്. അത് തന്നെ ചോദിച്ചത്. ഇതൊരു ദേശഭക്തി ഗാനം ഈ കേരളത്തിൽ ചൊല്ലാൻ സാധിക്കില്ലേ? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇതിന് ഉത്തരം പറയൂ. ചൊല്ലാൻ സാധിക്കില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.